ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. അടിപൊളി ക്രീമി പിങ്ക് സോസ് പാസ്തേൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അതിലേക്ക് ക്യാപ്സിക്കും ഓണിയനും സ്ക്വയറാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ ഗാർലിക്കും ചില്ലിയും കട്ട് ചെയ്തെടുക്കുക ചെറുതാക്കിയിട്ട്. പിന്നെ ചിക്കനിൽ കുറച്ച് പെപ്പറും സോൾട്ടും പിന്നെ കോൺഫ്ലോറും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്ത് വെക്കുക. സോയ സോസ് ഓൾസോ അതിൽ ആഡ് ചെയ്യണം ചിക്കനിൽ. എന്നിട്ട് ഒരു പാൻ വെച്ച് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചില്ലിയും ഗാർലിക്കും ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. അത് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് പിന്നെ ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ആ സമയത്ത് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 ടൊമാറ്റോ ജ്യൂസ് അടിച്ചത് ഒഴിച്ചു കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുക, വെള്ളം പോണ വരെ. ജസ്റ്റ് ഒരു പച്ച സ്മെല്ല് പോയി കിട്ടുന്ന വരെ ഒന്ന് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് സോട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസിലേക്ക് ഒറിഗാനോ പിന്നെ റെഡ് ക്രഷ്ഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ മാഗി ക്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. അത് വേണ്ടവർക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സോൾട്ട് കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി. മാഗി ക്യൂബിൽ സോൾട്ട് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അത് ആഡ് ചെയ്യുമ്പോൾ സോൾട്ട് കുറച്ചിടും. പിന്നെ പെപ്പർ ഞാൻ വീട്ടിൽ തന്നെ ക്രഷ് ചെയ്തെടുത്ത പെപ്പറാണ്. നോർമൽ പൗഡർ ഭയങ്കരമായിട്ട് പൗഡറി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള പെപ്പർ ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ആഡ് ചെയ്യുക. പിന്നെ ടൊമാറ്റോ പ്യൂരിയാക്കി വെച്ചതും അതിലേക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു കളർ കിട്ടാനാണ്. ടൊമാറ്റോ പേസ്റ്റ് ആകുമ്പോൾ നല്ല പ്യൂരി അല്ലേ, അപ്പോൾ നല്ല കളർ ഉണ്ടാവും. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ ഒന്ന് പൊരിച്ചെടുക്കുക. ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഭയങ്കര ക്രഞ്ചി ആയിട്ട് എടുക്കണ്ട, നല്ല സോഫ്റ്റായിട്ട് ജസ്റ്റ് കുക്കായി കിട്ടിയാൽ മതി. അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബട്ടർ, ചീസ്, ക്രീം, പേസ്റ്റ്, ടൊമാറ്റോ പേസ്റ്റ് കുറച്ചും കൂടി നമുക്ക് ആവശ്യമുണ്ടാവും. ഇനി അതിലേക്കുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക പാനിലേക്ക്. ബട്ടർ നല്ലോണം മെൽട്ടായിട്ട് വരുമ്പോൾ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു 3 സ്പൂണ്. എന്നിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. മൈദ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേഗം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്ത് ഭയങ്കര ചെറിയ തീയിൽ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ചെറിയ തീയിൽ മൈദ നല്ലോണം മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പാല് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. പാസ്ത ക്രീമി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ ഫുള്ളും മിൽക്കിൽ തന്നെ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചീസ് ഷീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മെൽറ്റാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് ക്രീം ആഡ് ചെയ്യുക. ഞാൻ പാസ്ത ക്രീം തന്നെ വേറെ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിലും കുറച്ച് ചീസ് ഉണ്ടാവും, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. പിന്നെ കുറച്ചുകൂടെ ക്രഷ്ഡ് ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ വെജിറ്റബിൾസും ചിക്കനും എല്ലാം ആഡ് ചെയ്ത് വെച്ചതിലേക്ക് ഈ ക്രീം സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ച പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് സോൾട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പാസ്തയും കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ പണി കഴിഞ്ഞ്. അപ്പോൾ അടിപൊളി പാസ്ത ആണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കണം. അപ്പോൾ ശരി, ബൈ.